When you come here. ആര് വരച്ചത്? ഓ സ്കൂളിൽ പോയിട്ടില്ലേ? എപ്പോഴാ വന്നെന്നാ ചോദിച്ചേ. ഓഹോ ലിയസുബ ഷൂറിൻദിത്ത യാല്ല ഉസ്കൂദിയ ഹയവാൻ ഷൂറിൻദിത്ത തവളാജ് അൽ ഹിനാത്തുൽ ഹുറൂഫുൽ ഹയവ അൽ ഹിൽകുൽ ഹുല. ഗൾഫിൽ പോയി വന്നപ്പോൾ വട്ടായ ഹിമ എന്താ ഇയാളൊക്കെ പറയണത്? ഹയവാൻ അൽ തവളാജ് യാല്ല अरे समत भाई, अरे समत भाई. ആരാത് മമ്മാലിയോ? ഇജ്ജ് എപ്പോഴാ വന്നത്? ഞാൻ രാവിലെ എത്തി. വന്നപ്പോ തന്നെ സമത് ഭായിനെ കാണണമെന്ന് തോന്നി നേരെ ഇങ്ങോട്ട് പോന്നു. ഇരിക്കേ. എന്തായാലും ഈ വന്നല്ലോ, സന്തോഷായി. അബുദാബിയിലൊക്കെ എങ്ങനെ, ചൂടുണ്ടോ? അല്ലാ, ചൂടുണ്ടോന്നോ? ചൂടിന്റെ കാര്യം പറയണ്ട, ഒടുക്കത്തെ ചൂടാണ്, സഹിക്കൂല. അവിടുത്തെ ചൂടും മനസ്സിന്റെ ചൂടും ചേർന്ന ഒടുക്കത്തെ ചൂട് തന്നെയല്ലേ? നിനക്ക് വിസതൊന്ന് കൊണ്ടുപോയ എന്നെ നീ പ്രാകാറുണ്ടോ? ഇങ്ങളൊരു വിസ എന്ന കാരണം കൊണ്ടല്ലേ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങളോട് എന്നും നന്ദിയേ ഉള്ളൂ. ഗൾഫിലുള്ള കാലത്ത് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ സ്വന്തം കുടുംബത്തോടൊപ്പം ഒന്ന് സെറ്റിലാവാൻ. പക്ഷേ അതിവിടെ ഈ വീൽ ചെയറിലാ അല്ല സെറ്റിലാക്കിയത്. വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. ആ പിന്നെ എവിടെ ഇങ്ങടെ ബീഡറും കുട്ടികളൊക്കെ? ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകളുടെ കല്യാണമുണ്ട്, അതിന് പോയിരിക്കുക. എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് പോകാൻ പറ്റുമോ? എന്നും സങ്കടം അവൾക്ക്. ഇങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ. ഇത് ഇങ്ങക്കായിട്ട് ഞാൻ വാങ്ങിയതാ. ബായിക്ക് ഏറെ ഇഷ്ടമുള്ള ഊതിൻ്റെ അത്ര. എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മത്തിക്കുട്ടികളെ ഓടി വരേ, ഇപ്പൊ തീരുവേ. മത്തിക്കുട്ടികളെ ഓടി വരേ, ഇപ്പൊ തീരുവേ. അല്ല, ഇതാരാ അംസേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയാണേ. എത്തിയൊക്കെ അറിഞ്ഞു. പിന്നെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? മോശാണേ. ഇപ്പൊ എല്ലാവർക്കും ചിക്കനല്ലേ വേണ്ടു, കരിച്ചിട്ടും പൊരിച്ചിട്ടൊക്കെ. അപ്പോ അബുദാബി പോലെയൊക്കെ ആയി കേരളം അല്ലേ? എവിടെ ചിക്കനാണ്? പക്ഷേ ഉണ്ടല്ലോ, അബുദാബിയിൽ ചിക്കൻ കണ്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്ക്. ഒരു 1.5 മീറ്റർ നീളവും ഒരു 1.5 മീറ്റർ ഉയരവും. ദേ മൊട്ടത് എത്ര ഉണ്ട്? ഇവിടത്തേക്ക ഡ്യൂപ്ലിക്കേറ്റ് ചിക്കൻ. എന്നേക്ക് പോണു? അത് മാത്രം ചോദിക്കല്ലേ, വന്നിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ പോണതിന്റെ ടെൻഷൻ തലയെ കൊണ്ട് നടക്കണോ? അല്ല പിന്നെ ഞാൻ പോട്ടെ. മീൻ ചെയ്യണതിന്റെ മുമ്പ് വിറ്റ് തീർക്കണോ? ഇനി എന്ത് ചെയ്യാൻ, ഇത് ചീഞ്ഞാറിയിരിക്കുകയാണ്. ചീഞ്ഞ മത്തിയായിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കും. കൺട്രി ഫെലോ. അബുവിന്റെ മക്കളെ വിശപ്പ് തീർക്കാം. ഒരു മക്കളും ഇല്ലടാ ഇവിടെ. അപ്പോ ഈ പ്രശ്നം ഉണ്ടാക്കണ്ട, പൊയ്ക്കോ. അപ്പൊ അങ്ങനെ ഒന്നും പോവില്ല. എന്തായാലും വട്ടാണ്. അയാൾക്ക് വിശന്ന വട്ടാ, അല്ലാണ്ടൊന്നുമില്ല. അപ്പൊക്കൊന്നും തരൂലേ? കായിന്റെ മാത്രം കേറിയാ മതി, അല്ലെങ്കിൽ ഈ കയറണ്ട. പൈസ പിന്നെ തരാന്നല്ല പറഞ്ഞു. ഇതിന്റെ മുന്നിൽ എനിക്ക് കുറച്ച് കായ് തരാണ്ട്. ഇത് നടക്കൂല. അങ്ങനെയാണെങ്കിലേ ഇന്നിവിടെ ഒരു കൊല നടക്കും. അതൊന്നും കാണല്ലോ. ഇയാളെ ഞാൻ കൊല്ലും, തന്നെ കൊല്ലും. ഈ കത്തി കണ്ട എന്താ ഇയാള്?
Hello, Mustaka. Maputi. My Filipini. Mahal kita. मैं तुमसे प्यार करता हूँ. हिंदी हिंदी. आप कैसा है? अच्छा अच्छा. 1 month. I will come. You wait, darling. ഗൗരവമായിട്ടൊരു കാര്യം പറയാനുണ്ട്. വീട്ടുകാരോട് പറയരുത് please. എന്ത്? അതല്ല, ഒരു 30 ഉറുപ്പ്യനോ ഈ കുഞ്ഞ കുട്ടികൾക്കും 2 പൊറാട്ട ഞാനാ റേഷനത്ത് വയ്യ. പൊറോട്ട മേടിക്കാൻ കരയില്ലേ ചേച്ചി നാണക്കേട്. 30 ഇല്ല 100 ഉണ്ട്. പൊറോട്ട ഇറച്ചി വയറ് നിറച്ച് മേടിച്ചു. 100 ഉറുപ്പ്യ മമ്മാലി 500 കൊടുക്കായിരുന്നു. എന്തൊരു ആവേശം. മമ്മാലി ഹലോ. കാലമേറെ കാത്തിരുന്നു നാട്ടിലെത്തി സുന്ദരൻ, പഴയ കാല മീശ വെച്ചു വിലസിടുന്ന കോമളൻ. ഗൾഫ് പണവുമായി വന്ന് ഗമയിൽ അവൻ നടന്നിടും, അവനെ റാഞ്ചി കൊണ്ടുപോവാൻ എന്തു ലോകം എന്തു കാലം ഭ്രാന്തു വന്ന മാതിരി, അറിഞ്ഞിടാതെ ചാടിടല്ലേ ഗൾഫുകാരെ മാതിരി. നാട്ടിൽ വന്ന അന്നു തന്നെ ഗമയിൽ അവൻ ഇറങ്ങിയേ, സ്പ്രേ പിടിച്ചു വഴിയിൽ നിന്ന് പുളുവടി തുടങ്ങിയേ. കണ്ടു നിന്ന നാട്ടുകാര് അതിശയിച്ചു നിന്നു പോയി, ഷെയ്ക്ക് വന്നിറങ്ങിയതോ ഒരു നിമിഷം ചിന്ത. എല്ലാവരും വരൂ. എന്നവന് തോന്നിടുന്ന കാലമിൽ ഒരുക്കി വച്ച ചതികളിൽ അകപ്പെടുമോ പിന്നവൻ. വെള്ളച്ചായം പൂശി വന്ന് പെണ്ണ് കണ്ണെറിഞ്ഞിടും, ചിന്തയില്ലാതന്നവൻ അവൾക്ക് കൂട്ടുപോയിടും. എന്തു ലോകം എന്തു കാലം ഭ്രാന്തു വന്ന മാതിരി, അറിഞ്ഞിടാതെ ചാടിടല്ലേ ഈ ഒരുത്തൻ മാതിരി. ഇവന്റെ കൊല്ലം കാണും നേരം മനസ്സുമല്ലേ ചൊല്ലിടും, എണ്ണ തീർന്ന വിളക്കിൽ ഒരു ചിറകൊടിഞ്ഞ പാട്ടയോ. ഐസ്ക്രീം കഴിക്കാം. ഗൾഫിൽ പോയി നേടിയതോ പൊരിവയിലുകൾ തന്നത്, ആ നേട്ടമൊക്കെ ചിലവഴിക്കാൻ അവനു വന്ന വഴിയുത്. എന്തു ലോകം എന്തു കാലം ഭ്രാന്തു വന്ന മാതിരി, അറിഞ്ഞിടാതെ ചാടിടല്ലേ ഗൾഫുകാരെ മാതിരി. നിങ്ങൾ കണ്ടോ ഈ ഒരുത്തൻ കാട്ടി വന്ന ചെയ്തികൾ, അവനു നല്ല ചിന്തയില്ലാതെന്തു നമ്മൾ ചെയ്തിടും. അനുഭവിച്ചറിഞ്ഞിടുമ്പോൾ ഗുരു പറഞ്ഞ വാക്ക് പോ, കണ്ണടച്ചു നിന്നിടാതെ തുറന്നു തന്നെ നിൽക്കണേ. കാശുവച്ച കിശ കാലിയാക്കിടല്ലേ മോനെ നീ, ചിത്ത ചിന്ത കൈവെടിഞ്ഞാൽ രക്ഷ നിന്നിലെത്തിടും. പെണ്ണുവേഷം കെട്ടി നിന്നെ വളച്ചു വെച്ചൊടിച്ചിടും, നീ ചിരിച്ചു നിന്നുവെന്നാൽ കിശ കീറിപ്പോകും. കാലമേറെ കാത്തിരുന്നു നാട്ടിലെത്തി സുന്ദരൻ, പഴയ കാല മീശ വെച്ചു വിലസിടുന്ന കോമളൻ. ഗൾഫ് പണവുമായി വന്ന് ഗമയിൽ അവൻ നടന്നിടും, അവനെ റാഞ്ചി കൊണ്ടുപോവാൻ സുന്ദരികൾ അണഞ്ഞിടും. എന്തു ലോകം എന്തു കാലം ഭ്രാന്തു വന്ന മാതിരി, അറിഞ്ഞിടാതെ ചാടിടല്ലേ ഗൾഫുകാരെ മാതിരി. ഇതെന്തു ലോകം എന്തു കാലം ഭ്രാന്തു വന്ന മാതിരി,
മാതിരി അറിഞ്ഞിടാതെ ചാടിടല്ലേ ഈ ഒരുത്തൻ മാതിരി ഇതെന്തു ലോകം എന്തു കാലം റാന്തു വന്ന മാതിരി അറിഞ്ഞിടാതെ ചാടിടല്ലേ ഗൾഫുകാരെ മാതിരി. ഹൈ ഫലക്, ഷുഹൈബ് ബാർ. എന്റെ അറബി ഇവിടെ വേണ്ട. സുഖാണോ സുഖാണോ ക്ലേ? മമ്മാലിക്ക നിങ്ങൾ ഇന്നലെ വന്നിട്ട് ഇന്നാ ക്ലബിലേക്ക് വരുന്നത്? എന്ത് ചെയ്യാനാ മോനെ, വന്നതിൽ പിന്നെ 100 കൂട്ടം തിരക്കാ. അതൊക്കെ പോട്ടെ, എങ്ങനെയായി നമ്മുടെ കാര്യങ്ങളൊക്കെ? മമ്മാലിക്ക പൈസ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളൊക്കെ പണ്ട് മുതൽ എങ്ങനെയാ തൂറാൻ നേരത്തെ പറമ്പ് അന്വേഷിക്കുള്ളൂ? പിരിവൊന്നും ഇപ്പൊ കിട്ടണില്ല, എല്ലാവർക്കും തരാനൊരു മടി. ആൾക്കാർക്കൊക്കെ എങ്ങനെയാ ഇൻട്രസ്റ്റ് ഉണ്ടാകുക? എല്ലാവരും ടിവിയുടെ മുമ്പിൽ ഇരുന്ന് റിയാലിറ്റി ഷോ കണ്ടിരിക്കല്ലേ. പിന്നെയാണ് ഈ ക്ലബിന്റെ ഒരു പരിപാടി. അതൊക്കെ പോട്ടെ, ആരുടെയാണ് ഗാനമേള? ഗാനമേള ഏൽപ്പിച്ചത് ആ പൊന്നുറുമാൽ നസീറിനെയാണ്. ഓം കലക്കും. ഓം പെരുന്നാളിന് ഗൾഫിൽ പോവത്രേ. അയ്യയ്യോ, എന്നിട്ട് വേറെ പലരെയും ശ്രമിച്ചു നോക്കി, പക്ഷെ അതൊന്നും നമ്മളെ ബാർജറ്റിൽ ഒടുന്നതല്ല. ബഡ്ജറ്റ് അല്ല, ബഡ്ജറ്റ്. അതന്നെ. പിന്നെ അടുത്തുള്ള ആളാന്ന് വെച്ചാൽ സലീം കോർത്തനെ വിളിച്ചു നോക്കി, പക്ഷെ ഓനാണെങ്കിൽ എപ്പോഴും സ്വിച്ച് ഓഫ്. പിന്നെ എപ്പോഴെങ്കിലും ഓണാക്കി തന്നെ ബിസിയോടെ ബിസി. അതെ, വിളിക്കേണ്ട ആൾക്കാർ വിളിച്ചാൽ സലീം കോടത്തൂർ എടുക്കും. സലീം കോടത്തൂരിനെ ഞാൻ ശരിയാക്കി തരാം. സലീം ഖാനായിട്ട് മമ്മാലിക്ക നല്ല കമ്പനിയാണോ? കമ്പനിയാണോ എന്ന്? എടാ, സലീം കോടത്തൂര് മാത്രമല്ല, കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കലാകാരന്മാരും എന്റെ ഫ്രണ്ട്സാണ്, കമ്പനിയാ. ഇവരൊക്കെ ഗൾഫ് പരിപാടിക്ക് വരുമ്പോ എന്റെ ഫ്ലാറ്റിലേ താമസിക്കണത്. എത്രയോ തവണയൊക്കെ അവരെ ഞാൻ ഒട്ടകപ്പുറത്ത് കയറ്റിയിരിക്കുന്നു. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ വിളിച്ചു നോക്കാം. അല്ല, ഈ നമ്പർ മൂപ്പർക്കറിയോ? ഇത് പുതിയ സിം അല്ലേ? അതും ശരിയാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മെസ്സേജ് വിടാം. മസാജ് അല്ല, മെസ്സേജ്. എന്റെ മെസ്സേജ് കണ്ട അപ്പ വിളിക്കും. ഡിയർ കോടത്തൂർ, ഉടൻ വിളിക്കുക എന്ന് സ്വന്തം അബുദാബി മമ്മാടി. ഇപ്പൊ വിളിക്കും. വിളിക്കും. വിളിച്ചു. കണ്ടില്ലേ കോടത്തൂർ. അടാ സലിമേ, ജന മമ്മാലിക്ക, ഞാൻ എത്തി. പിന്നെ സുഖമാണോ? നമ്മക്ക് പിന്നെ പരമസുഖമല്ലേ. ഞാൻ വിളിച്ചതേ അത് പിന്നെ എന്റെ സ്വന്തം ക്ലബിന്റെ ചെറിയൊരു പ്രോഗ്രാം. എന്റെ സ്വന്തം ക്ലബിന്റെ ഒരു ചെറിയ പ്രോഗ്രാം. അതിൽ ഈ വന്നിട്ട് 2-3 പാട്ട് പാടി പോണം. കൂടുതൽ പാട്ടൊന്നും പാടണ്ട. പറഞ്ഞാൽ ഈ 1-2 പാട്ടല്ലേ പാടുള്ളൂ. ഡേറ്റോ? പെരുന്നാളിന്റെ തലേന്ന്. ഈ വരുന്ന പെരുന്നാളിന്റെ തലേന്നിടോ. അപ്പൊ ഫിക്സ് ചെയ്യട്ടെ. എന്റെ ക്ലബിലെ മറ്റുള്ളവരോട് ഞാൻ പറയട്ടെ. ഓക്കേടാ പുത്തേ, ഓക്കെ. സലീംക്ക് വരാന്ന് പറഞ്ഞോ? വരാന്ന് പറഞ്ഞോന്നോ? ഓം വരാന്നല്ലേ പറഞ്ഞത്. ഓം വരും, ഉറപ്പിച്ച്. ഒരു സന്തോഷ വാർത്ത. ഇപ്രാവശ്യം എന്റെ ഗൾഫിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഞാൻ പെരുന്നാൾ ആഘോഷിക്കുന്നു, അതും കുടുംബസമേതം. വീണ്ടും സന്തോഷ വാർത്ത. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനും 2 പാട്ട്. അതിന് ഞങ്ങൾ നിർബന്ധിക്കുന്നില്ലല്ലോ. പിന്നെ ഇപ്പോ പൈസയുടെ കാര്യമാണ്, പിരിവുമില്ല, സ്പോൺസർമാരും ഇല്ല. അതിന് പേടിക്കണ്ട. ഗൾഫിലെ എന്റെ സുഹൃത്തുക്കൾ വഴി ഒരു 25,000 റുപ്പീസ് ഞാൻ റെഡിയാക്കി തരാം. അത്രയും കുറച്ച് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. വീണ്ടും സന്തോഷമായില്ലേ? ഈ മമ്മാലിക്കല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളൊരു കാര്യം നടക്കൂല. അതെ മെമ്പറാണ്. ഓക്കെ, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. അതിനല്ലേ ഞാനിവിടെ മെമ്പറായിട്ട് നിക്കണത്. മെമ്പറെ, ആ ലോണിന്റെ കാര്യം ഒന്ന് ശരിയായി തരണേ. ഓക്കെ, അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. പക്ഷെ കുറച്ച് പൈസയുടെ ചെലവുണ്ടാ. വലിയ തുകയൊന്നുമില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാന്നേ. അഡ്വാൻസ് ഇപ്പൊ എന്തേലും തരാണ്ടോ? ഇപ്പൊ ഒന്നുമില്ല മെമ്പറെ. നോക്ക്, എന്തേലും ഒക്കെ ഉണ്ടാവും. ഇല്ലായിട്ടല്ല മെമ്പറെ, ഇതാ ഇരിക്കണു പോക്കറ്റില്. ഇതൊരു ആവശ്യത്തിന് വെച്ചതാ മെമ്പറെ. ലോണ് ശരിയാക്കണ്ടേ? ഒക്കെ ഞാനേറ്റ്. ഒക്കെ ഞാൻ ശരിയാക്കി തരാ. ഇതൊന്നും ഒരു കാലത്തും ഗുണപിടിക്കൂലടാ. എങ്ങനെ നിന്നൊന്ന് കാണാൻ പറ്റുക? നിന്റെ വീടിന്റെ അടുക്ക് വരട്ടെ? ഒന്നിനുമല്ല, ഒന്ന് കണ്ടാ മതിയടോ. അല്ലെങ്കിൽ ഞാൻ നിന്റെ കോളേജിന്റെ അടുത്തേക്ക് വന്നാ.
ഈ ഇങ്ങനെ കണ്ട സ്ഥലത്തൊക്കെ കുറുകി നടന്നോ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. മെമ്പറെ കാര്യം നോക്ക്, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. നിന്റെ നല്ലതിന് പറഞ്ഞാട ചക്ക. ഇവന്റെ ഒക്കെ ഒരു കാര്യം. പിന്നെ ഈ അവിടെ കെടുന്നുണ്ട് കുറുങ്ങിക്കോ. കുറുങ്ങുമ്പോ ആലോചിക്കണോ, കുറച്ച് വെള്ളവും കുടിച്ചോ. വൃത്തികെട്ടവൻ. ഹായ് മോളു, പറയൂ, വീട്ടിലല്ലേ നീ? ഓ, ഹസ്ബൻഡ് പോയോ? ഓക്കെ ഓക്കെ, ഒറ്റക്കാണല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ ഇത് പറഞ്ഞു. ഓക്കെ ഓക്കെ. നാളെ പെരുന്നാളാണെങ്കിൽ മൊത്തം ഇടങ്ങേറാകുമല്ലോ. നാളെ ഏതായാലും പെരുന്നാളാവില്ല, അത് ഉറപ്പാ. കോഴിക്കോട്ടെ ഏതെങ്കിലും കാലിൽ മാനത്ത് നോക്കിയാലേ പിന്നെ ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. മാനത്ത് മേഘം വരാൻ പ്രാർത്ഥിച്ചോളി. ആ സെലിം കോടത്തൂർ ഒന്നുകൂടി വിളിച്ചു നോക്കി അമ്മാലിക്ക. ഏയ്, ഓനെ വിളിക്കണ്ട, ഓൻ വന്നോളും, അത് വിഷയമില്ല. ഇങ്ങോട്ടോക്കെ സലീമിന്റെ പാട്ടിന്റെ കൂടെ എന്റെ ബ്രേക്ക്. എന്നിട്ട് വേണം നാട്ടുകാരിന്ന് വീക്ക്. അയ്യോ അയ്യോ, നമുക്കെന്തായാലും പരിപാടി ഉഷാറായ മതി. ആ എന്തായി നിക്കറേ, അല്ല ബക്കറെ, കാര്യങ്ങളൊക്കെ ഉഷാറാണോ? ചായയും വെള്ളമൊക്കെ കുടിച്ചോ? അതൊക്കെ എപ്പ കുടിച്ചേ? കുടിച്ചിട്ട് പറ്റിലെഴുതിക്കോ, ക്ലബിന്റെ ക്ലബിന്റെ പറ്റില്. ഗ്രാമത്തിന്റെ കണ്ണും കാതും കൈയും കാലുമായ പുഞ്ചക്കുളം, അതെ, പുഞ്ചക്കുളം സാംസ്കാരിക സമിതിയുടെ 19ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് മാപ്പിളപ്പാട്ടിന്റെ മണിമുത്ത്, പ്രണയിക്കുന്നവരുടെ കളിത്തോഴൻ സലീം കോടത്തൂർ നയിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എന്തായാലും പരിപാടി ഉഷാറാകും അല്ലേ ബക്കറെ? ഓ, അതൊക്കെ 100% ഷുഗർ അല്ലേ? 100% ഷുഗർ അല്ല, കൊളസ്ട്രോൾ. ഒന്ന് മാറ് ബക്കറെ. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് പുഞ്ചക്കുളം നഗറിൽ വെച്ച് നടത്തപ്പെടുന്നു. ഹലോ സലീമ, എവിടെ എത്തി? ആ, എന്നാ ഈ ഒരു കാര്യം ചെയ്യ്, നേരെ ക്ലബിലേക്ക് പോരി, ഞാനിവിടെ ഉണ്ട്. ആ ശരി ശരി. എന്താ പറഞ്ഞേ? ഓൻ ആ വളവ് കഴിഞ്ഞിട്ടുണ്ട്, ക്ലബിലേക്ക് വരും. സലീമത്തി. നാരങ്ങ വെള്ളം. സുഖം സുഖം. മീനാള്. രണ്ടു പാട്ടും അമ്മാലിക്ക് പറഞ്ഞു. സുഖം മോനെ, എന്താ പേര്? എപ്പോഴും സുഖമല്ലേ സുഖമല്ലേ ചോദിക്കണ്ട. സുഖമാണ്, സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവരില്ല. പിന്നെന്താ മാലിക്ക ഗൾഫ് വിശേഷങ്ങൾ? ഗൾഫ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് പോകുന്നതിൽ കുറച്ച് അസ്വസ്ഥതകളുണ്ട്. എനിക്ക് ഇന്നലെ വിളിച്ചായിരുന്നു, എന്ത് വാടക ഒരു കാര്യം പറയിപ്പിക്കില്ലെന്ന് വെച്ചാൽ കുറെ നാൾക്ക് ശേഷം കണ്ടതാണ്. പിന്നെ കുട്ടികളൊക്കെ എത്രയായി? കുട്ടികളോ? വർഷത്തിൽ 11 മാസവും ഞാൻ അബുദാബിയിലാണല്ലോ. പിന്നെ ഒരു മാസം ലീവിന് വന്നാൽ ഇതുപോലുള്ള തിരക്കുകൾ കാരണം അതിനിടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അല്ല, ഇപ്പോഴും അബുദാബിയിലെ എയർപോർട്ടിന്റെ അടുത്തല്ല താമസം? ഇപ്പോൾ ഞാൻ അവിടെയല്ല. ഇപ്പോൾ ഞാൻ ബാച്ചിലേഴ്സ് ഒക്കെ താമസിക്കുന്ന മുസഫ എന്ന സ്ഥലത്താണ്. അബുദാബിയിൽ ഞാൻ ബാച്ചിലർ. ആരോടും ഒരു പാട്ടോടോ? പാട്ട് പാടാനല്ലേ വന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ പറഞ്ഞോ, പാട്ട് കുറച്ച് പാടും. ഇങ്ങനെ മാറി വന്ന പോലെ പാട്ട് പാടി പാട്ട്. അപ്പൊ സലീം, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഗാനം വേണം. സലീമിന് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഞാൻ ചിക്കൻ നിർത്തി പൊരിച്ച്, ചിക്കൻ ഇരുത്തി പൊരിച്ച്, ചിക്കൻ കടത്തി പൊരിച്ച്, ചിക്കൻ മപ്പാസ് ചിക്കൻ അമ്മയും കൊടുത്ത്, പിന്നെ പാർമ പരത്തി. എവിടെ? നിങ്ങൾ ഇവിടെ, നമ്മൾ അവിടെ. വാസലി എങ്ങനെയുണ്ട്? സലീം ബാക്കിൽ കയറിക്കോളൂ, ഞാൻ ഫ്രണ്ടിൽ കയറാം. ആ കയറിക്കോ. എപ്പോ? ശരി ശരി,
ഞാൻ ദാ വരുന്നു. മമ്മാലി, ഒന്നുമില്ല. നമ്മൾ ആശുപത്രിയിലേക്കല്ലേ പോണേ. മമ്മാലി, നിനക്ക് ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ചെയ്യുന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ. ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്തിനാ ജീവിച്ചിരിക്കണേ? സലീമിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? ആ അതെ ബൈ, ഇന്ന് നമ്മുടെ ക്ലബിന്റെ വാർഷികമല്ലേ. അവിടെന്നാ ആ കേൾക്കുന്നത് സലീമിന്റെ ഗാനമേളയാ. എന്നാ ക്ലബിന്റെ പരിപാടിയില്ലേ? അങ്ങനെ ഒരു മാസം പോയതറിഞ്ഞില്ല. നാളെ തിരിച്ചു പോണം. ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ഗ്രാമം മൊത്തം ഉറങ്ങിപ്പോവല്ലേ. അതെ അതെ അതെ, നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മള് സുഖമായിട്ട് ഉറങ്ങും. അതല്ല, എന്തിനു പോണ്? ഇങ്ങേക്ക് ഇവിടെ പോലെ കച്ചവടം ചെയ്ത് ചോദിച്ചാ പോരെ? അത് പറ്റില്ല. എനിക്ക് ഇവിടത്തെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ. അബുദാബിയിലെ കാര്യം നോക്കണ്ടേ? അവിടെ മൊത്തം വിഷയമായിരിക്കും. ഇന്നലെ രാത്രി അറബി ഫോൺ വിളിച്ച് പറഞ്ഞു, അൽ ഹുലൂത്തുൽ ജമാലത്തുൽ മമ്മാലി ഉടൻ വാ. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനല്ലേ കമ്പനി പൂട്ട് വന്നു. പോണം. അതെ, പറഞ്ഞിരിക്കാൻ സമയമില്ല. നാളെ പോയാണല്ലോ, കുറച്ച് ഒരുക്കാനുണ്ടേ. അപ്പൊ പോട്ടെ ബക്കറെ. അപ്പ അടുത്ത കൊല്ലം മോനെ മക്കളെ. എന്തൊരു നാറ്റം, കുളിച്ചിട്ടില്ല. കൂട്ടുകാരടക്കം ചിലപ്പോൾ ഈ നാരിലും വന്നു കഴിഞ്ഞാൽ പറ്റി ചെയ്യാൻ വേണ്ടി കുറെ കൂട്ടുകാർ. പോട്ടെ പട്ടി പോട്ടെ. എന്റെ മൂലിമോനെ, നീ എന്നാ എന്നെ കാണുക? മൂലിച്ച അടുത്ത പ്രാവശ്യെങ്കിലും നിന്റെ ബ്ലാംബ്ലിയും ബ്ലാംബ്ലിയൊക്കെ കുഴപ്പമില്ലേ, ഞാൻ കൊണ്ടുവരും. റംലു മോനെ, മോനെ, എന്താ ഉമ്മ? അടുത്ത വരവിലെങ്കിലും ഒരു കുഞ്ഞിക്കാര് കാണാൻ എനിക്ക്. എന്താ റബ്ബേ ഇവർക്കൊരു കുഞ്ഞിക്കാര് കാണാത്തത്? കുഞ്ഞിക്കാല് കിട്ടാത്തത് എന്റെ ഓളുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല ഉമ്മ. പിന്നെ ആർക്കാ കുഴപ്പം? കുഞ്ഞിക്കാലിന്റെ കുഴപ്പമാണ്. അടുത്ത വരവിന് വലിയ കാലിന് ശ്രമിക്കാം. റംലു കേട്ടല്ല, പോട്ടെ. മോനെ, ഉമ്മ വേണ്ട ഉമ്മ. മോനെ, അടുത്ത വർഷം കാണാം. 6 മാസമായിട്ട് ഓന്റെ ഒരു വിവരവും ഇല്ലാന്ന് പറയുമ്പോ ഓനൊന്നും വിളിക്കണില്ല, പൈസ അയക്കണില്ല, പഴയ പോലെ കത്ത് എഴുതണില്ല. ഓനെപ്പറ്റി ഗൾഫിലുള്ളവർക്കൊരു വിവരില്ലാന്ന് പറയുമ്പോ ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടാ? വല്ല സുഡാനികളും പിടിച്ചുകൊണ്ടുപോയിട്ട് ആളെ കൊന്നു കുഴിച്ചു മൂടിയോ? ഇനി വല്ല പട്ടാണികളോടും കച്ചറുണ്ടാക്കി ജയിലിലൊറ്റാണോ? ഇനി മയക്കുമരുന്ന് കടത്തിപ്പിടിച്ച് തൂക്കിക്കൊന്നോ? എന്താന്ന് ആർക്കാ അറിയാ? കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആലോചിച്ച് വേണ്ട ചെയ്യല്ലാണ്ട്. ആ കൈരളിയില് കാണാത്തോലെ പിടിച്ചെടുക്കുന്ന ഒരു പരിപാടി ഇല്ലേ? ഇവിടെ മാത്രം താടി വെച്ച് പറയുന്ന ഒരാള്. അതിലൊന്ന് പോയി പറഞ്ഞു നോക്കിയാലോ? ആ, പ്രവാസ ലോകത്തിന്റെ കാര്യ പറയുന്നത്. ഇനിയിപ്പോ അതന്നെ ഒരു വഴിയുള്ളൂ താത്ത. ഇനിയിപ്പോ എന്താച്ചാ ആലോചിച്ച് നിങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ പോയിട്ട് വരാം.
ഈ മൂന്ന് മനസ്സുകളെയും വേദനിപ്പിച്ച് അവരെ കണ്ണീരിലാഴ്ത്തി മമ്മാലി എവിടേക്കാണ് പോയത്? ജീവനതുല്യം സ്നേഹിക്കുന്ന പുഞ്ചക്കുളം സാംസ്കാരിക സമിതി പ്രവർത്തകരുടെ സ്വന്തം മമ്മാലി തിരിച്ചു വരില്ലേ? വരുന്ന ചെറിയ പെരുന്നാളിന് പഴയതുപോലെ അവൻ സഹായവുമായി എത്തുമോ? കിഴക്കുമല ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു ദുരന്ത കഥയാകുമോ നമ്മുടെ മമ്മാലിയുടേത്? നമുക്ക് കാത്തിരിക്കാം.